ബ്രേക്ക് പിടിക്കുമ്പോ കീന്നൊരു സൗണ്ട് കേൾക്കുന്നു. നമ്മുടെ വണ്ടി എയറിലാണ് കേസ്. ഇത് കഴിച്ചൂടെങ്കിലും കാണുമ്പോ ഒരു സന്തോഷം. ഞാൻ ഭയങ്കര ഹാപ്പിയായി. Hey guys, welcome to a പുതിയ വ്ളോഗ്. എന്റെ മോനെ ഗൈസ്, ഞാൻ ഇപ്പൊ ഇരിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഓണം ഗിഫ്റ്റ് ആയിട്ട് അച്ഛനും അമ്മയും കൂടെ തന്ന ചാരിയസേരയിലാണ്. ഇതും അവിടെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോ ഇവിടെ ചില്ല് ചെയ്യാറുള്ളത്. ഹായ് പറ വർഷേ. എത്ര ദിവസമായി ഗൈസ് നമ്മളൊരു വ്ളോഗ് വന്നിട്ട്. ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ളോഗ്, ട്രിപ്പ് വ്ളോഗ് സെറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമുക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ഒരു കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ അവരുടെ ഒരു റോബോട്ടിക് മെഷീൻ, നീ സർജറി ചെയ്യുന്ന മെഷീന്റെ ഇനോഗ്രേഷൻ ആണ്. അപ്പൊ ഞാനും ധ്യാൻ ശ്രീനിവാസനുമാണ് ചീഫ് ഗസ്റ്റ്. അപ്പൊ എന്തായാലും കോഴിക്കോട് പോവേലേ, അപ്പൊ കുറച്ച് വെറൈറ്റി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് കോഴിക്കോടിന്റെ മനോഹരിത ആസ്വദിക്കാം. പിന്നെ മൊത്തത്തിലൊരു ട്രിപ്പ് കൂടെ ആകുമ്പോഴത്തേക്കും വൈബായിരിക്കില്ലേ അല്ലേ? ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്റെ കാലിന്റെ അപ്ഡേറ്റ് പറയും. എന്റെ കാലിന്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഗൈസ്, ഇപ്പൊ ഞാൻ കാസ്റ്റ് ഇട്ടിട്ട് 2 ആഴ്ചയായി. ഇനി 1 മുതൽ 2 ആഴ്ച വരെ ആയിരിക്കും ഇത് ഇടേണ്ടത്. അപ്പൊ അതുവരെ സപ്പോർട്ടിനായിട്ട് ഞാനൊരു വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് കാല് ഊന്നുമ്പോ വേദനയില്ല, എനിക്ക് കാല് ഊന്നി നടക്കാൻ പറ്റും ഗൈസ്. പക്ഷെ കല്ല് വല്ലതും കിടക്കുകയാണെങ്കിൽ ഈ കാല് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഞാൻ സപ്പോർട്ടിനായിട്ട് ഒരു വാക്കിംഗ് സ്റ്റിക്കും ഉപയോഗിക്കുകയാണ്. അപ്പോ കോഴിക്കോട് പോകുന്ന ടീം ഞാൻ, വർഷ, സന്ദീപ് ആൻഡ് ക്യാമറയ്ക്ക് പിന്നിൽ ജോബി. നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. കോഴിക്കോട് ട്രിപ്പിനായിട്ട് ഏഞ്ചൽ റെഡി ആയിട്ട് കിടപ്പുണ്ട് ഗൈസ്. ഇനി 1 മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇവന്റെ 5 വർഷത്തെ EMI കംപ്ലീറ്റ് ആവും ഗൈസ്. 5 വയസ്സാവേണ് ഏഞ്ചലിന്. സോ എന്തല്ലേ. ഓക്കെ, ഞാൻ ഇതിന്റെ അകത്ത് ഇരിക്കുന്ന, കാല് വയ്യാതെ ട്രാവൽ ചെയ്യുമ്പോൾ ഇരിക്കുന്ന സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സുഹൃത്തുക്കളെ. എന്റെ കാല് ഇങ്ങനെ വെക്കും ഞാൻ. സെറ്റ് അല്ലേ ഞാൻ? ഓക്കെ, ഈ കാല് കുറച്ച് എലിവേറ്റ് ചെയ്ത് വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല ഷൂട്ടിന്റെ ഒരു സ്ട്രെസ് കാരണം കുറച്ചു നേരം നിൽക്കേണ്ടി വരുമ്പോഴേ കുറച്ച് ഒരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കുമ്പോഴത്തേക്കും കാലിലോട്ട് ചെറുതായിട്ട് നീരിറങ്ങുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കാല് മാക്സിമം നമ്മൾ എലിവേറ്റ് ചെയ്ത് തന്നെ വെക്കും. അപ്പൊ ഫ്രണ്ടില് സന്ദീപ് ഉണ്ട്, ജോബി ഉണ്ട്. ഓഫ് ടു കോഴിക്കോട് വീണ്ടും കാഴ്ചകൾ കണ്ടു പോകാം. നമ്മള് തുമ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ. അപ്പോഴത്തേക്കും വണ്ടിക്ക് ബാക്ക് ടയറിൽ എന്തോ ഒരു പ്രശ്നം. എന്താണ് ആണോ? അപ്പം ഇത് മറ്റേ ബ്രേക്ക് പിടിക്കുമ്പോ കീന്നൊരു സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ സർവീസ് സെന്ററിൽ വന്നപ്പോഴത്തേക്കും ഉച്ചയായി, 1:30 മണി. അവരെല്ലാം ലഞ്ച് ബ്രേക്കിന് പോയാണ്. അങ്ങനെ ഞങ്ങൾ ഈ പ്രകൃതി എന്ന് പറഞ്ഞ ഹോംലി ഫുഡ് സെന്ററിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. നല്ല മണമുണ്ട്. മീനാണ്. ആലപ്പുഴ ആയതുകൊണ്ട് എനിക്ക് മീനിൽ നല്ല വിശ്വാസമുണ്ട്. അപ്പൊ പോയി ഒരു ലഞ്ച് കഴിക്കാൻ. ഒരു കിടക്കാച്ച് ഊണ് കഴിച്ചാൽ ബാക്കി സിമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഊണ് വരുമ്പോഴുണ്ടല്ലോ ഗൈസ്, നമ്മള് മീൻകറി ഒഴിക്കുക. അതിന്റെ കൂട്ടത്തില് എന്റെ ഫേവറേറ്റ് കോംബോ ആണ് പുളിശ്ശേരി ഒഴിക്കുക. ഇത് രണ്ടും മിക്സ് ചെയ്ത് വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് തോരനൂടെ ഇട്ടിട്ട് മീനുണ്ടല്ലോ, കിളിമീൻ ഫ്രൈ ആണ്. കിടക്കാച്ച് സാധനം അങ്ങനെ വേണം കഴിക്കാൻ. പ്രകൃതി നല്ല ഊണായിരുന്നു ഗൈസ്. കിളിമീൻ അടിപൊളി. ഒരു ഊണിനും ഒരു പ്ലേറ്റ് കിളിമീനിനൂടെ 120 രൂപയുള്ളൂ. നമുക്ക് വയറും നിറയും. ചേട്ടൻ നമ്മൾ ചോറ് കഴിക്കുന്ന കണ്ടിട്ടേ ഇത്ര മതിയോ എന്നൊക്കെ അത്ഭുതത്തോടു കൂടെയൊക്കെ ചോദിച്ച്. പക്ഷെ നല്ലൊരു സ്പോട്ട് തുമ്പോളി അല്ലേടാ, തുമ്പോളി ഭാഗത്തുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ മസ്റ്റ് ട്രൈ. നമ്മുടെ എക്സ്പ്ലോറേഷൻ തുടരുന്നു. ഇനി കാറിന്റെ ഡിസ്ക് ബ്രേക്ക് മാറ്റി വെക്കാനായിട്ട് ഞങ്ങൾ പോകട്ടെ. സിലോപ്പി, നിങ്ങൾ സിലോപ്പി അല്ലേടാ പറഞ്ഞ? സിലോപ്പിക്ക് ഒരു വികാരക്കുറവുണ്ടായിരുന്നെങ്കിലും കിളിമീൻ അടിപൊളി. ചൂരക്കറി അടിപൊളിയായിരുന്നു. കറികളും എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ സൂപ്പർ. ഓഫ് ടു ഡിസ്ക് ബ്രേക്ക് റീപ്ലേസ്മെന്റ്. ഹോണ്ട സർവീസ് സെന്ററിലെത്തി. സർവീസിന് കയറട്ടെ ഗൈസ്. നമ്മുടെ വണ്ടി എയറിലാണ് ഗൈസ്. എടാ എന്തോന്നടാ പ്രശ്നം പറഞ്ഞത്? ഡിസ്ക് പാഡ് തീർന്നു. അത് ആ റൗണ്ട് ഉണ്ട്. ഇതില് ഒരഞ്ഞ് കംപ്ലൈന്റ് ആയി. അപ്പം ഡിസ്കും ബ്രേക്ക് പാഡ് മാറണം, ഡിസ്കും മാറണം. ഓ, ഇപ്പൊ ഒരു 20,000 പൊട്ടു. വെറുതെ പോകുന്ന വഴിക്ക് ഒരു 20,000 കൊള്ളാം. എന്തായാലും മാറട്ടെ ഗൈസ്. ഫ്രണ്ടിലത്തെ 2 വീലിലും 2 പുതിയ ഡിസ്കും 2 പുതിയ ബ്രേക്ക് പാഡും ഇട്ടിട്ടുണ്ട്.
പിന്നെ എന്തോ ഒരു ബുഷ് അത് ഇവിടെ ഇല്ല. അപ്പൊ അത് കോഴിക്കോട് നമ്മൾ എത്തിയിട്ട് അവിടെ നിന്ന് മാറാന്ന് പറഞ്ഞു. എന്തായാലും നമ്മുടെ ട്രാവൽ ഇന്ന് ഒരു 1.5-2 മണിക്കൂർ എടുപ്പിച്ച് ഇവിടെ പോയല്ലേ. ഇനി ഗൈസ് നമുക്ക് ഇനി കോഴിക്കോട് ഓൺ റൂട്ടിലോട്ട് കിടക്കാം. ഗൈസ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കണത് തുറവൂരാണ്. അപ്പൊ ഈ തുറവൂരിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗൈസ്, കേരളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഫ്ലൈ ഓവർ വരുന്നത് തുറവൂരിൽ നിന്ന് അരൂര് വരെയാണ്. ഈ ഫ്ലൈ ഓവറിന്റെ അടിയിൽ അരൂര് പള്ളിയുടെ സൈഡിൽ വെച്ചിട്ടാണ് എന്റെ കാല് സ്ലിപ്പായി എന്റെ ലിഗമെന്റ് ഇഞ്ചുറി ചെയ്തത്. അത് വേറെ കാര്യം. പക്ഷെ ഈ എപ്പോ ഇതിലെ കൂടെ പോയാലും ഗൈസ് ഈ പാലത്തിന്റെ പണി എന്തായി എന്നറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. വർഷങ്ങളായി ഇതിവിടെ നടക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് ആ ഡ്രോൺ എടുത്തോണ്ട് ഇങ്ങ് വന്നു ഗൈസ്. അപ്പൊ ഈ ഡ്രോണ് പറത്തി നമുക്ക് ഇതിന്റെ മണ്ടയിലെത്താം, വിഷ്വല് കാണാം. എനിക്ക് കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. എനിക്ക് തോന്നുന്നു 10-14 കിലോമീറ്റർ നീളമുള്ള പാലമാണ്. ലെറ്റ്സ് ഗോ. എന്ത് നീളം അത്! അങ്ങ് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടെന്ന് പറയുന്ന കണക്കാണ് ഗൈസ്. എന്നെ കണക്ക് ഇത് കാണാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ കാണും. ഇവിടെയൊക്കെ താമസിക്കണവര് പോലും ഇതിന്റെ മേൽഭാഗം കണ്ടു കാണൂല ഗൈസ്. എക്സ്ക്ലൂസീവ് ഫുട്ടേജ് ഓൺ കാർത്തിക് സൂര്യ ബ്ലോഗ്സ്. ഇനി ഞാൻ സനുബ്രോയെ വിളിച്ച്. അപ്പൊ സനുബ്രോ ഷാസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് അങ്ങോട്ട് പോവല്ലേ. അപ്പൊ പോകുന്ന വഴിക്ക് ഇറങ്ങി ഷാസിനെ ഇവിടെ കണ്ടിട്ട് പോവാം. ഓഫ് ടു സനുബ്രോയുടെ അമ്പരച്ചുംബി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ നാളെ കണ്ടിട്ട് എനിക്ക് 1 മാസം കണ്ടായിരുന്നു. എവിടെ ആളിയോ വൺ പീസിന്റെ ടീഷർട്ട് ഒക്കെ ഇട്ട് എനിക്ക് വയ്യ. എത്ര നാളായിട്ടാ നിന്നെ കണ്ടിട്ട്. പിമ്പിൾ പാച്ച് ഒട്ടിച്ചേക്കണ ഞങ്ങൾ ഒന്നിരിക്കട്ടെ സുഹൃത്തുക്കളെ. എന്റെ ശിഷ്യനെ കണ്ടില്ലല്ലോ സുഹൃത്തുക്കളെ. സനുബ്രോ എന്താ ഇതൊക്കെ കളിപ്പാട്ടങ്ങളോ? ഇതെനിക്ക് കിട്ടിയതാണ്. സുഖമാണോ സനുബ്രോ? എത്ര ദിവസമായി സനുബ്രോയെ കണ്ടിട്ട്? ഒരാഴ്ചയായിരുന്നു. ഇത് ജസ്റ്റ് നമ്മൾ കോഴിക്കോട് ട്രിപ്പ് വന്നു സനുബ്രോ, അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു. ആ പനി അടിച്ച സനുബ്രോ? പനി അടിച്ചല്ലേ? ഭയങ്കരമായിട്ട് വയ്യാതായി. അവസ്ഥ അങ്ങോട്ട് കയറിയില്ല നമ്മള്. എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്കും പനി പിടിച്ച ഒരു അങ്ങനെ വരരുത്. അയ്യോ അയ്യോ എസ്കേപ്പ്. ഇവിടെ അത്രയും പനിയാണല്ലോടാ. പനിയാണ് ഇവിടെ ഇങ്ങോട്ട് കയറണ്ട. ഇതെന്തരുത് അളിയ? അളിയ കാർഡ്, അളിയ കോബി. ഇട ഇത് ഇട കിഡ് ചോപ്പറ്, ലബൂബോ ലബൂബോ മീഹോക്ക്. ഇട എന്റെ കളക്ഷൻ പൂർത്തീകരിക്കാൻ നോക്കുകയാണോ നീ? ഇടോ ഇത് ബാർത്തലോമിയോ ആണെന്ന് മാത്രം പറയരുത്. ഇടാ ഇത് ബാർത്തലോമിയോടെ കാല് പോലെ ഇരിക്കണടാ. ബാത്തൻ ബോഡി വർക്സ് ഒന്നുമല്ല. ഓ ബഗ്ഗി സുഹൃത്തുക്കളെ, ബഗ്ഗിയാണ് ബഗ്ഗി. കില്ലർ. ഇവിടെ ഇത് ഭീകര സാധനമാണ്. ഇത് മാർക്കോ മീഹോക്കിന്റെ വാള്. ഇവിടെ ഇത് ഇതാണല്ലേ നീ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. സാബു സാബു ഉള്ളതല്ല, സാബു എന്റെ ഉണ്ടടാ. പക്ഷെ ഈ കോസ്റ്റ്യൂമിലില്ല. ഇതിനകത്ത് പൈപ്പും ഉണ്ട്. പൈപ്പില്ല എന്റെ ഉള്ളതിൽ പൈപ്പ് ബെൻഡ് ആയിരിക്കുകയാണ്. സത്യോടാ. ഇതൊരുമാതിരി ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടാ കിട്ടിയ അവസ്ഥയാണല്ല. വാരി വലിച്ച് തിന്നുന്ന കണക്ക്.
ഇത് ആരുടെ ഇങ്ങനെ കൊട്ടിച്ചു വെച്ചത് സുഹൃത്തുക്കളെ? ബഗിയുടെ തല, ബഗിയുടെ ഉടലിൽ തല കയറുന്നു. എടാ എനിക്ക് തോന്നണേടാ ഈ വൺ പീസിന്റെ എൻഡില് ബഗ്ഗി ആയിരിക്കും ചിലപ്പോ കിങ് ഓഫ് ദ പേരൻസ് ആവാൻ പോണത്. എത്ര കോമഡി ആയിരിക്കും കേട്ടാ. നീ അത് സ്റ്റാൻഡ് വെക്കാതെ തൽക്കാലം എല്ലാം ഒന്ന് എടുത്തു. ഈ പെണ്ണിന്റെ പേരും മറന്നു പോയല്ലടാ. മറ്റേ അത് മറ്റേ സോന്ന് കയറാം. അയ്യോ പേരും മറന്നുപോയി. മാർക്കോ. ഡോക്ടർ സൈഡ് ചെയ്തിട്ടെ വൺ പീസ് കളക്ഷൻ ആണ്. ഇതല്ല നീ സ്മഗ്ലിംഗ് വല്ലോ ആണോടാ ചെയ്തു? കാരണം ഇത്രയും കവർ. സുഹൃത്തുക്കളെ, ഇത് വൺ ആൻഡ് ഓൺലി മാർക്കോ വൈറ്റ് ബിയർഡ് പൈററ്റ്സിന്റെ വലം കൈ. അല്ല, അത് അവന്റെ ഡബിൾ ഫ്രൂട്ട് പവറാണ്. അവന് ഫീനിക്സ് പക്ഷിയുടെ പവറാണുള്ളത്. അപ്പൊ ഇത് ഫീനിക്സ് പക്ഷിയുടെ ഫ്ലെയിം ആണ്. പക്ഷെ നീലയാണ് ആക്ച്വലി നമ്മുടെ വൺ പീസ് ക്രൂവിന്റെ ഡോക്ടർ. അയ്യോ, അതെന്താ ലബൂബു ആക്കി കളഞ്ഞത്? ആണ് ലബൂബു ആക്കണ്ടായിരുന്നു. വിശ്വാസമുണ്ട്. അത് ഒരു എറണമില്ലാത്ത മൂഞ്ചി സനിബ്രോ അതിന്റെ. അതൊക്കെ ട്രെൻഡൊക്കെ പോയില്ലേ ഇപ്പം? സുഹൃത്തുക്കളെ, ഈ ഉടല് പോയ സമാനമാണ് നമ്മുടെ ക്യാപ്റ്റൻ കിഡിന്റെ വലം കൈ കില്ലർ. സൂപ്പറാണ്. ഇതാണ് ലോകത്തിലെ വൺ പീസ് വേൾഡിലെ ഏറ്റവും പവർഫുൾ സോർട്സ്മാൻ ആയ ഡ്രാക്യൂൾ മീഹോക്ക്. അവന്റെ ബാക്കിൽ വാളിരിക്കും. അത് വെക്കാം, പിന്നീട് വെക്കാം. ഇതാണ് ഭാവി നേവി അഡ്മിറൽ ആയ കോബി. ക്യാപ്റ്റൻ കോബിയാണ് ഇപ്പൊ. ഈ ഇടയ്ക്ക് ഇവന്റെ ഒരു ഇടി കിടുക്കി കളഞ്ഞല്ലേ. ഇവന്റെ ക്യാപ്റ്റനാണ് ഇത്, ക്യാപ്റ്റൻ കിഡ്. ഇവന് മാഗ്നറ്റിക് പവേഴ്സ് ആണ്. ഇത് ലൂഫിയുടെ ഒരു സഹോദരൻ സാബോ. ഇത് ലൂഫിയുടെ അച്ഛൻ. നീലക്കുയിൽ, മഞ്ഞക്കുയിൽ, പച്ചക്കുയിൽ, എല്ലാ കുയിലും പറഞ്ഞത്. ഇത് മങ്കി ഡി ഡ്രാഗൺ. മങ്കി ഡി ഡ്രാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്കി ഡി ലൂഫിയുടെ അച്ഛൻ. അതെ അതെ. മറ്റവന്റെ കാല് കേട്ടാ, മീഹോക്കിന്റെ കാല്. ഞാൻ അൺബോക്സ് ചെയ്തൊരു പരുവായി സുഹൃത്തുക്കളെ. ഫാസ്റ്റസ്റ്റ് അൺബോക്സിംഗ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് വൺ പീസ്. ഇതൊന്നും നാട്ടിൽ കിട്ടത്തോലുമില്ലടാ ഇതൊക്കെ. ഇതാണ് ട്രഫാഗ്ലർ വാട്ടർ ഡി ലോ. ഇവൻ ഒരു കിടിലുമാണ്. പൊടിപ്പുര അമ്മച്ചി. ഇത് ഒരു സെറ്റ് കാർഡ്സ് തുറക്കണ്ട. ശക്തിമാനിൽ ഉട്ടാപ്പി എന്നൊക്കെ അതുകൊണ്ട് എടുത്ത് സൈഡ് ചെയ്ത്. പേരൊക്കെ അറിയാം. ലൂഫി, സോറോ, ലബൂബു, രാവിലെ കണ്ണാടി നോക്കുമ്പോ അത് അവന്റെ സ്നൈപ്പറാണ് അവൻ. അത് സെയിം ചോപ്പർ ആണെന്ന് തോന്നുന്നു. അല്ല, ഉസൂപ്പ് തന്നെ. 2 ഊസോപ്പ് ഉണ്ട് സുഹൃത്തുക്കളെ എന്റെ ഇപ്പോ. അയ്യോ എന്റെ പൊടിപ്പൂര അമ്മച്ചി. എടാ ഇതെന്തോന്നടാ ഇത്? ഞാൻ ശരിക്കും വിചാരിച്ചേടാ ഇവ എന്തിനായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ അത് വിട്ട്. പക്ഷെ നീ എന്റെ ക്രൂ കാസ്റ്റോ കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ച. എത്രേ ഉള്ളൂ കംപ്ലീറ്റ് ദ മിഷൻ. പക്ഷെ കൊള്ളാടാ, ഇതിപ്പം എനിക്ക് മോട്ടിവേഷനായി. ഇനി വൺ പീസിന്റെ കംപ്ലീറ്റ് ക്യാരക്ടേഴ്സിനെ കളക്ട് ചെയ്യാം. ഇത് വൺ പീസ് കാർഡ്സ് റാൻഡം കാർഡ്സ്. കാർഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്വാളിറ്റി കാർഡ്സ് കേട്ടാ. കാല് വയ്യാത്തത് കൊണ്ട് കാർഡ്സ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. എന്തൊരു സനിബ്രോ, സനിബ്രോക്ക് വീട്ടിൽ ഇരുന്നിരുന്ന് അങ്ങനെ വരും. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സുഹൃത്തുക്കളെ, ഇത്രയും വലിയൊരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ എന്റെ കരിയറിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പക്ഷെ അളിയൻ എന്നെ ഞെട്ടിക്കാൻ പറഞ്ഞിട്ടില്ല. താങ്ക് യു അളിയ. എങ്ങോട്ടറിയണ സനിബ്രോ പറ. അങ്ങോട്ടറിയട്ടാ.
സൗണ്ട് അവിടെ ഒരാളെ എന്ത് കൊല്ലാന്റെ കാട് വെച്ച് അങ്ങനെയൊക്കെ പോവും. എന്റെ കാർഡിനെ പോയി പറക്കട്ടെ. സുഹൃത്തുക്കളെ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ സർപ്രൈസ് എന്നൊക്കെ എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നേ. ഓ, എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങിയത് കാര്യമായി കേട്ടോ. ഞാൻ നിന്നെ ഷെൽഫ് വലുതാക്കാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അവിടെ വെച്ച എടാ, അവിടെ ഇനി വെക്കാൻ സ്ഥലമില്ല. ഇത് ഞാൻ ഇനി മാറ്റി ഒരു പെട്ടിക്കകത്ത് ഇട്ട് വെച്ചിട്ട് വീട് വെച്ച് കഴിയുമ്പോ ഒരു ഷെൽഫിലെടുക്കും. ഇനിയുണ്ട്. പൊളിച്ച് Don't worry. നീ കമ്മി. പൊളിക്കും നമ്മള്, വേറെ ലെവലിൽ പോവും. ഞാൻ ഒന്ന് ചായ കുടിക്കട്ടെ ഞങ്ങളിനി. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാനുള്ള സമയം ഇപ്പൊ തന്നെ 6. എടാ, ഞങ്ങളുടെ വണ്ടിയിലെ ബ്രേക്ക് തേഞ്ഞു പോയി. അവിടെ കുറെ സമയം പോയി. അത് പിന്നെ ബ്രേക്ക് കുടിക്കുമ്പോ സൗണ്ട് ബ്രേക്ക് പാഡ് തേഞ്ഞു പോയി. അങ്ങനെ പാഡും ഡിസ്ക് മാറ്റിട്ടാണോ അതാണ് ഇത്ര ലേറ്റ് ആയിപ്പോയി. നമ്മള് ചെക്ക് ചെയ്യണം കേട്ടോ. നല്ലതായിരിക്കും. 1000 കിലോമീറ്റർ പറയൂലേ അവര്. അല്ലടാ, ഇതിപ്പം 1,36,000 കിലോമീറ്റർ ആയി. അപ്പൊ ഞങ്ങൾക്ക് സർവീസ് ഇന്നലെ കയറ്റേണ്ടതായിരുന്നു. ട്രിപ്പ് വന്നോണ്ട് കയറ്റാൻ പറ്റിയില്ല. നമ്മളത് പണ്ടുണ്ട് 1000 കിലോമീറ്റർ വരെ ഓടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉടനെ മാറ്റാം. വേഗമാവട്ടെ, അതൊരു കുഴപ്പമില്ല. കുറച്ചുകൂടെ ഓടട്ടെന്ന് അമ്മാരും വേണ്ട. അതാണ് സർവീസ് മാറ്റാണ്. അപ്പൊ നരലിന് ലാലറ്റിന് പോണ പനി കാലേമുള്ളി വേലായത്. കിലോമീറ്റർ ഓടിയെന്ന് പോയിട്ട് വരാം. പോയി വേണം നമുക്ക് കൂടാ. പോടാ. നിങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. ഗൈസ്, ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോ ചെറുതായിട്ട് ഞാൻ നാഗവല്ലി ആയോ എന്നൊരു സംശയം. ചെറുതായിട്ടല്ല, വലുതായിട്ട്. ആണല്ലേ? നമ്മളതിന് മേലോട്ട് പോകണം, നമുക്ക് താഴോട്ടല്ലേ പോകേണ്ടത്. ഇവിടെ ഗ്രൗണ്ട് ഞെക്കടാ. സന്ധ്യ 21ാമത്തെ നിലയില്. ആരും ഇല്ലല്ലേ? ആ, ഇല്ല. ഇറങ്ങിക്കോ. എടാ, ഇറങ്ങി. ക്ലോസ് കൊടു ഗൈസ്. അപ്പൊ അത് ഇവൻ അടിപൊളിയാണ് ഗൈസ്. അവൻ മനസ്സറിഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരുതരാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് അളിയ. ഐ ലവ് യു. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ നമുക്ക് പി പൊപ്പൂൽ ഇടാം ഗൈസ്. ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടിയപ്പോ കുറച്ച് ആവേശം കൂടിപ്പോയി. അങ്ങനെയാണ് ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുത്തത്. എന്തായാലും ഇനി നമുക്ക് നേരെ പോകാം കോഴിക്കോടേക്ക്. ഇപ്പൊ മണി 6 ഗൈസ്. 7, 8, 9, 10, 11, 11 12 മണിയാവും ഗൈസ് അങ്ങെത്തുമ്പോ. നേരത്തെ എത്താൻ വേണ്ടി 9 മണിക്ക് ഇറങ്ങിയത്. എന്തായാലും ലെറ്റ്സ് ഗോ. രാവിലെ 9 മണിക്ക് ഇറങ്ങിയ ഞങ്ങള് രാത്രി 12 മണിയായപ്പോ ഗൈസ് ഇപ്പൊ ഒന്ന് റൂമിൽ എത്തിയുള്ളൂ. ഒരു കിടില റൂം, കിടില ഹോട്ടല്. പക്ഷെ കാണിച്ചുതരാനുള്ള ക്ഷമയില്ല. വി ആർ വേ പാസ്റ്റ് അവർ ബെഡ് ടൈം. നാളെ രാവിലെ വരാം ഗൈസ്. കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടല്ലേ എനിക്ക്? നമുക്കൊരു ലിവിംഗ് റൂമൊക്കെ ഉണ്ട്. രാവിലെ വരാം ഗൈസ്. ഗൈസ്, എന്തൊരു ഭംഗിയുള്ള ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഹോട്ടൽ ഇരിക്കുന്നത്. ഇന്നലെ രാത്രി വന്നപ്പോ ഇതൊന്നും കണ്ടില്ല. നമ്മൾ ഇതിന് മുന്നേ പണ്ടൊരു പ്രാവശ്യം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ റൂം കിട്ടില്ല ഗൈസ്. ആണ് ഞാൻ ഉറങ്ങണതിന് മുന്നേ പറഞ്ഞത് രാവിലെ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ലിവിംഗ് റൂം. ലിവിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ നമ്മൾക്ക് കനോളി കനാൽ കാണാം. ഇത് കനോളി എന്ന് പറഞ്ഞ സായിപ്പാണ് നിർമ്മിച്ചതെന്നാണ് അനസ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, അനസിനെ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഇത് പണ്ട് കോഴിക്കോട് നിന്ന് ഒരുപാട് ഈ ട്രെയിൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോ പോർട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ കുഞ്ഞു കുഞ്ഞു വഞ്ചികൾ തൊഴിഞ്ഞു കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയ കനാലാണ്. സായിപ്പന്മാരുടെ ഒക്കെ ഓരോ ടെക്നോളജികളെ അന്നത്തെ ആർക്കിടെക്ചർ ആണ് ഗൈസ്. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ 3 സോഫ, ഒരു ടീപ്പോ, പിന്നെ ഡിന്നർ കഴിക്കാൻ ഒരു ടേബിൾ, ഇവിടെ ഒരു ചെറിയ കൗണ്ടർ, ഇവിടെ കണ്ണാടി, ഇവിടെ പുറത്തുനിന്ന് ഇപ്പൊ നമുക്ക് ഗസ്റ്റ് ആരെങ്കിലും വരണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് ഒരു ബാത്റൂം. ഇത് ഞങ്ങളുടെ ലിവിംഗ് റൂം മാത്രമാണ്. അവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്, ഇവിടെ ഒരു TV ഉണ്ട്. ഓക്കെ, ഇനി ഈ ഡോർ തുറന്നകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിവിശാലമായ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒരു കിങ് സൈസോ ക്യൂൻ സൈസോ ബെഡ്, കൂട്ടത്തിൽ ഈ സോഫയാണ്. എന്താണ് പറയാൻ, ഇത് നോക്കി എന്ത് രസം. കാല് പൊക്കി വെക്കാനായിട്ട് എനിക്ക് അവർ പറഞ്ഞ് ചെയ്യിപ്പിച്ച കണക്ക് ഒരു ടീപ്പോയി ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് കനോളി കനാലിന്റെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. എന്നിട്ട് ഇവിടെ വരുമ്പോ ഒരു TV ഇവിടെ ഉണ്ട്, 2 പെയിന്റിങ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. തുറന്നു നോക്കുമ്പോൾ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്ന എന്റെ വൈഫ് ഉണ്ട്. അയ്യോ സുഹൃത്തുക്കളെ, അത് കഴിഞ്ഞ് നിങ്ങൾ അകത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബാത്ത് ടബും ഒരു ഷവറിങ് ഏരിയയും ഒരു വലിയ മിററും. കിടില റൂമല്ലേ? ഇതുവരെ ഇങ്ങനത്തെ ലിവിംഗ് റൂം ഉള്ള ഒരു സൂട്ടില് നമ്മൾ കല്യാണത്തിന് ശേഷം ഇതുവരെ നിന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് റെഡി ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങുകയാണ്. ഇവനെ ഓർമ്മയുണ്ടോ സുഹൃത്തുക്കളെ? വെൽക്കം അനസ് ടു കാർത്തിക് സൂര്യ വ്ലോഗ്സ്.
എടാ ലക്ഷദ്വീപ് ട്രിപ്പിന് ശേഷം പിന്നെ നീ ഇവിടെയാണ്. അന്ന് ഇവൻ പറഞ്ഞായിരുന്നു ഗൈസ്, ഇവൻ കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് എപ്പോ വന്നാലും ചേട്ടാ വിളിക്കണം, ഫുഡ് സ്പോട്ടുകൾ ഞാൻ കാണിച്ചു തരാന്ന്. അങ്ങനെ ഇവൻ വന്നേക്കാണ്. എടാ രാവിലെ നമ്മൾ എവിടെയാടാ പോണത്? ചന്ദ്രേട്ടന്റെ ചായക്കട. ചന്ദ്രേട്ടന്റെ ചായക്കട ഫേമസ് ആണല്ലേ ഇവിടെ? ഫിഷ് ഇഷ്ടമുള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഫിഷ് ഫ്രൈയും പത്തിരിയും. ഓ ഇത് നീ കേക്കറുണ്ടാ? രാവിലെ തന്നെ fish fry. പൊളിക്കും ഗൈസ്. അപ്പൊ സന്ദീപിനെ ജോബിയും കൊണ്ട് എടുത്തോണ്ട് നമുക്ക് ഇനി ചന്ദ്രേട്ടന്റെ ചായക്കടയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. സന്ദീപ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? സുഖമായിരുന്നു. നല്ല ഉറക്കമില്ലായിരുന്നു. കൂർക്കം വലി ജോബ് ചെയ്ത. നീ കൂർക്കം വലിക്കൂടാ? എന്റെ അഭിപ്രായത്തിൽ ഞാനും കൂർക്കം വലിക്കാറില്ല. വേണ്ട. എടാ നമ്മളെ കോഴിക്കോടിന്റെ ഒത്തന്റിക് ടേസ്റ്റ് കൊണ്ട് തരാനായിട്ട് അനസ് നമ്മളെ ചന്ദ്രേട്ടന്റെ ചായക്കടയിലോട്ട് കൊണ്ടുപോയി. അതെവിടെയാണെന്ന് അറിയാമോ? അവൻ വഴി പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഒരു 100 മീറ്റർ നടക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് നടക്കാം ഗൈസ്. അപ്പോ ചന്ദ്രേട്ടന്റെ ചായക്കടയിലോട്ട് പോട്ടെ. നമ്മൾ ഓൾമോസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ബോർഡ്. കോണോട്ടോ ഗൈസ്. പോകുന്തോറും ഉണ്ടല്ലോ പാർക്കിംഗ് എന്നൊക്കെ. ചായക്കടയ്ക്ക് പാർക്കിങ്ങോ? ഇടത് ഹൈഫൈ ചായക്കടയാണാടാ. അവിടെ വീണ്ടും ബോർഡ്. ഇവിടെ ബോർഡ്. ഓ ഇതുവഴിയാണല്ലേ നമുക്ക്. ഓ എസ്തെറ്റിക്. ഗൈസ് ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ളൊരു വഴിയാണല്ലോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. വെറൈറ്റി പൂക്കൾ. ഇതെന്ത് പോവാണോ ഞാൻ? ആ താങ്ക് യു. എനിക്കറിഞ്ഞൂടാ, ഞാൻ വിചാരിച്ച കാപ്പിപ്പൊടി ആയിരിക്കും. പറഞ്ഞത് നന്നായി. ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. നമ്മൾ നടന്ന് ചായക്കട എത്തിയിരിക്കുകയാണ്. ഹായ്. നമുക്ക് വെട്ടുകല്ലൊക്കെ വെച്ചുണ്ടാക്കിയിരിക്കണം. കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതാണെന്ന് തോന്നുന്നു ചന്ദ്രേട്ടൻ അല്ലേ? അടിപൊളി. പാടാ ശരിക്കും മറ്റേ പഴയ എസ്തെറ്റിക് ആയിട്ടുള്ള വഴിയും സ്ഥലമൊക്കെ കേട്ടാ. കേറട്ടെ. ചന്ദ്രേട്ടന്റെ ചായക്കട കൊള്ളാല്ലേ? ഇഷ്ടപ്പെട്ടാ? ഓഹോ പഴയ ഒരു ആംബിയൻസ് കേട്ടാ. ഇവിടെ ചായയൊക്കെ റെഡിയാവുന്നു. ഇവിടെ ചായ കൊണ്ടുവരുന്നു. ഹലോ. ഇവിടെയാണ് ഫുഡെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കുറച്ച് നടന്ന്. നമസ്കാരം ചേട്ടാ. അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ ഇത് ഏല സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു. നമസ്കാരം ചേട്ടാ. ഇതാണ് ചന്ദ്രേട്ടന്റെ ചായക്കടയുടെ അടുക്കള. ഓ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ട്. എന്താ പത്തിരിയാണ് ചേട്ടാ? പത്തിരി ചട്ടിപ്പത്തിരിയാണ് അത്. എന്താ കൈപ്പത്തിരി. ഓഹ് ഇത് നമ്മൾ എന്തായാലും കഴിക്കും. അതിന്റെ അകത്ത് എന്താ ചേട്ടാ? വെള്ളം ചൂടാക്കുക. ആ ഇവിടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തൊക്കെയാ ബ്രോ? അത് എനിക്ക് കഴിച്ചൂടെങ്കിലും കാണുമ്പോ ഒരു സന്തോഷം. അതോ വലിയ വെള്ളം. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഇവര് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന മീന്. അയ്യോ ഇതെന്റെ വീക്ക്നെസ് ആണ് ഗൈസ്. എനിക്കൊന്നും പറയാനില്ല. ഏതൊക്കെ മീനായിട്ടാ? കേര, നെയ്മീൻ, നെയ്മീൻ, അയല, ചെമ്പല്ലി. അയ്യോ സന്ദീപ് ബ്ലങ്കാന്ന് ആ വെള്ളം കുടിച്ചിറങ്ങിയിട്ട് പറയടാ. ഓഹോ അത് കലക്കി കേട്ടോ. അത് സന്ദീപ് ബ്രേക്ക്ഫാസ്റ്റിന് മീനടാ. വെള്ളം പറഞ്ഞു. എന്റെ പുഴുക്കുണ്ടല്ലേ? ഓഫ് മീൻ പൊരിക്കണോ? ബാ കൊള്ളാല്ലേ? അതാണ് നമ്മൾ കഴിക്കാൻ പോണത്. യമ്മി. ഓക്കെ അത് എല്ലാം ഫുള്ളും വിറകടുപ്പിലുമാണത്. അപ്പൊ അത് പൊളിച്ച് കേട്ടാ. മണി ഇപ്പം എക്സാക്ട്ലി രാവിലെ 9:30 കഴിഞ്ഞുള്ളൂ കേട്ടോ. ഇത് എത്ര മണിക്ക് തുടങ്ങും ബ്രോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്? 8 മണിക്ക് തുടങ്ങും അല്ലേ? എത്ര മണി വരെ കാണും? അത് കഴിഞ്ഞ ഊണ് എല്ലാ ദിവസവും കാണും ആഴ്ചയില്? അടിപൊളി. ഞായറാഴ്ച മതി. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 25 വർഷം കഴിഞ്ഞല്ലേ? അടിപൊളി. ഗൈസ് നമ്മളിനി കഴിക്കട്ടെ. പിന്നെ ഇതാണ് നമുക്ക് ഈ മീനിന്റെ കൂടെ കിട്ടുന്ന പുഴുക്ക്. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്ന പുഴുക്കാവും? ഇത് ചെറുപയർ വാഴക്കൊക്കെ കപ്പ എല്ലാം കൂടെ ഇട്ടുണ്ടാകും. ഓ അതിന്റെ മണം വന്നപ്പോഴേ എന്റെ വായിൽ വെള്ളം വന്നു തുടങ്ങി.
ഹൈലൈറ്റ് സാധനം കണ്ടായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം നല്ല ആവി പറക്കുന്ന പുഴുക്ക് നല്ല തൂസനിലിൽ വിളമ്പി, ഇനി ഇതിന്റെ കൂടെ ഒരു പൊരിച്ച മീനും ഒരു പത്തിരിയും കൂടെ ഒക്കെ കഴിക്കുമ്പോ ഇത് പൊരിപ്പ് സാധനങ്ങളല്ലേ അവന് കൊടുത്താൽ നിനക്ക്. പത്തല് ചൂടാ. പക്ഷെ നോക്ക് എന്റെ പ്ലേറ്റും ഇത് അയല, ഇത് ചെമ്പല്ലി, 4 അയക്കൂറ, അതായത് നമ്മുടെ നെമ്മി. ഈ നെയ്പ്പത്തിൽ ഇങ്ങനെ എടുത്തിട്ട് അല്ലെങ്കിൽ പുഴുക്കിന്റെ മീൻകറിയുടെ കൂടെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഈ മീനിന്റെ ഇതുകൊണ്ട് എടുത്തിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ഇപ്പൊ കാണാം. എന്നിട്ട് കണ്ടോ ഈ പുഴുക്കുണ്ടല്ലോ, പുഴുക്ക് മീൻകറിയുടെ കൂടെ. ഇതാണ് കേസ് ഞങ്ങളുടെ ഫുഡ് എക്സ്പ്ലോറേഷൻ. തകർത്ത് നമ്മളൊന്ന് കഴിക്കട്ടെ, കഴിച്ചിട്ടില്ല. നമ്മള് 5 പേരും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കേസ് 1552 ഡീസെന്റ് റേറ്റ്. കാരണം മറ്റേ ചെമ്പല്ലിയൊക്കെ ഈ സൈസ്, ഇവളുടെ പാതി ഉണ്ടായിരുന്നു ആ ചെമ്പല്ലി. ചന്ദ്രേട്ടനൻ എഴുതിക്കൂട്ടാണ് കണക്ക്. ചന്ദ്രേട്ടൻ ഇപ്പൊ എത്ര വർഷമായി ചായക്കട തുടങ്ങിയിട്ട്? 25. എന്താ ചേട്ടാ ഈ ചായക്കട തുടങ്ങാണ്ടായ കാരണം? ആദ്യം 12 അവിടെ ഉണ്ട്. അന്ന് റോഡും പാലൊന്നുമില്ല. റോഡും പാലം വന്നത് അങ്ങനെ അവിടെ വീട്ടിലാക്കുന്നുണ്ടപ്പോ അങ്ങനെ നമ്മുടെ സ്ഥലമാണ് ഇവിടെ. ആണോ ചേട്ടന് ഈ ആഹാരം വെക്കുന്ന അതൊക്കെയാണോ ഇഷ്ടം? പണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ചേട്ടനൊക്കെ എവിടെന്നാ പഠിച്ചത്? കോഴിക്കോട് നിന്ന് പോയി പഠിച്ചതാണോ? അല്ലല്ല, അവിടെ 12 എവിടെ? കോഴിക്കോട്. പിന്നെ 12 അവിടെ കച്ചവടം ചെയ്തു. മൊത്തം ജീവിതം ഫുഡിന് വേണ്ടി അങ്ങ് ഒഴിഞ്ഞു വെക്കുകയാണല്ലേ. അടിപൊളി. വിജയതല്ലേ. രാവിലെ എന്താ മീൻ കൊടുക്കാൻ കാരണം? രാവിലെ ആളുകൾ മീൻ ഇഷ്ടപ്പെടുന്നോണ്ടാണ്. ആദ്യം ചെറുപാടൊക്കെ പിന്നെ കടലൊക്കെ ചെയ്യുന്നു. പിന്നെ ആളുകൾ ഇതിലേക്ക് വന്ന പിന്നെ ആ മീന് ആദ്യം മത്തി അയിലാണ് കൂടുതൽ. ആ മത്തി അയിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആളുകളെ കൂടുതൽ പറഞ്ഞ് അയക്കൂറ കാണുന്ന ഒരാൾ പറഞ്ഞാണ്, ഒരു പ്രായമുള്ള ആൾ പറഞ്ഞ ഞാൻ പറഞ്ഞ പോയി അവിടെ പോകുന്നു. അങ്ങനെ ആദ്യം അയക്കൂറായി. പിന്നെ വലുത് എങ്ങനെ അടിപൊളി. എന്തായാലും സന്തോഷം ചേട്ടനെ കണ്ടതില്. അപ്പൊ നല്ലതായിട്ട് നടക്കട്ടെ കാര്യങ്ങളൊക്കെ. വരാം തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഊണ് കഴിയും. വരാം, അടുത്തതിന് ഊണിനാവട്ടെ. ശരി. തിരുവനന്തപുരത്ത് കുറച്ച് കൂട്ടുകാരെ കൂടെ കൊണ്ടുവരാം. ശരി പോയിട്ട് വരാം. ഇറങ്ങട്ടെ കേസ്. ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ, ഒരു പാവം. ചന്ദ്രേട്ടൻ അടിപൊളി. ചന്ദ്രേട്ടന്റെ ചായക്കട അതിലും അടിപൊളി. സന്ദീപ് എങ്ങനെ ഉണ്ടായിരുന്നടാ? രാവിലെ മീൻ പൊരിച്ചത് അത് അസാധ്യ സാധനം കേട്ടാ. അതെ, പ്രോപ്പർ പ്രോട്ടീൻ ഇൻടേക്ക് കിട്ടി ഇന്ന് നമുക്ക്. എടാ ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ്? ബോംബെ ഹോട്ടൽ. ഇപ്പോഴേയോ? അയ്യോ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് ബോംബെ ഹോട്ടൽ. അപ്പൊ നമ്മൾ 2 റൗണ്ടൊക്കെ അടിച്ച് കോഴിക്കോടിന്റെ കുറച്ച് മനോഹാരിത ഒപ്പിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ സുഹൃത്തുക്കളെ. എന്നിട്ട് നമ്മൾ എവിടെയാ? ബോംബെ ഹോട്ടൽ അല്ലേ? ബോംബെ ഹോട്ടലിലായിരിക്കും ഇന്ന് ഊണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ ബിരിയാണി ലിസ്റ്റിൽ ഒരു ബിരിയാണി കൂടെ കയറാൻ പോവാണ്. ബോംബെ ഹോട്ടലിലെ ബിരിയാണി. അത് നല്ല പേരുള്ള ബിരിയാണിയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. എടുത്തോളാം സന്ദീപ് വണ്ടി. അപ്പൊ ഞങ്ങൾ ഇനി കോഴിക്കോടിന്റെ മനോഹാരിത ആസ്വദിക്കട്ടെ സുഹൃത്ത്. അന്നെഴുതി കിട്ടിയ കർണനായി, അല്ല ഒഴുകി കിട്ടിയ കർണനായി, നാടിന് മുഴുവൻ സ്വന്തമായി എന്നോമനെ നീ. ഓ നരൻ, ഓഹോ ഞാനൊരു നരൻ, ഒരു ജന്മം നേടിയ. എവരിബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോടാ? ഓ നരൻ, ഞാനൊരു നരൻ.
നടക്കാനായിട്ടുള്ള ഒരു അസൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ കാറിലിരുന്ന് ഡ്രോൺ വഴി ഈ കോഴിക്കോട് മൊത്തം കറങ്ങി അടിച്ചു. എന്നിട്ട് ഉച്ചയായപ്പോ ഫുഡ് കഴിക്കാനായി ബോംബെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കോഴിക്കോട്ടത്തെ ഏറ്റവും നല്ല ബിരിയാണികളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന ബോംബെ ഹോട്ടലിലെ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഗൈസ്. അപ്പൊ ബോംബെ ഹോട്ടല് മേളില് പോയി കഴിഞ്ഞാൽ AC ഉണ്ട്. പക്ഷെ അതുവരെ നടക്കുന്ന ബുദ്ധിമുട്ട് കാരണം നമ്മൾ താഴെ തന്നെ ഇരുന്നു. വരട്ടെ ഗൈസ്, ബിരിയാണി ഉണ്ട്. ഇത് നോക്കിയാണ് ഞാൻ ഒരു ഹാഫാണ് പറഞ്ഞത്, കാരണം ഫുള്ള് തിന്നാനുള്ളത് ഫുള്ള് ആംബിയർ ഇല്ല. ഇതാണ് ഫുള്ള് ബിരിയാണി കേട്ടോ. കുറച്ച് സൈസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ഹാഫ് ചിക്കൻ പറഞ്ഞ്, പക്ഷെ ഒരു ഹാഫ് ബീഫ് പറഞ്ഞ്. ഇതൊരു ഫുള്ള് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഹാഫാണെന്ന് തോന്നുന്നു. എന്നിട്ട് അതിനകത്തോട്ട് ഇവരുടെ തനതായ കുറച്ച് സലാഡും. ഇത് പാരഗണിന്റെ ഒരു റൂട്ടാണ് കേട്ടോ ഇവിടുത്തെ ബിരിയാണി. കാരണം അച്ചാറും തൈര് കലർന്ന ചമ്മന്തിയാണ് കേട്ടോ. അത് റൈസ് കഴിച്ചു നോക്കാം. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസ് കേട്ടോ. ചിക്കൻ കൂടെ വെച്ച് കഴിച്ചു നോക്കാം. കോഴിക്കോട് ടോപ്പ് ബിരിയാണികളിലൊന്നും ഒന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ടേസ്റ്റ് തന്നെയാണ് നിസ്സംശയം. നല്ല ഫ്ലേവറുള്ള റൈസ് അല്ലേ. മട്ടൻ കഴിക്കണം. സൂപ്പർ ടേസ്റ്റ്. മട്ടൻ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ, മട്ടനും കിടക്കാം. കൊള്ളാം. അപ്പോൾ ബോംബെ ഹോട്ടലിലെ ചിക്കനും മട്ടണും ബീഫും നമ്മൾ ട്രൈ ചെയ്തു. മട്ടൻ സൂപ്പർ അല്ലേ. മട്ടൻ നല്ല നല്ല ഫ്ലേവർ. ബീഫ് കഴിച്ചോട്ടില്ല. ബീഫ് മാത്രം, പക്ഷെ മട്ടൻ സൂപ്പർ കേട്ടാ. കൊള്ളാം കഴിച്ചു. കൊള്ളാം. ഇതിന്റെ സജഷൻ എന്താണ് സാർ? ഇനി ഏതാണ് നമുക്ക് പോകാനുള്ളത്? ഇനി ഒരൊറ്റ ബിരിയാണിയും കൂടെ നമുക്ക് കോഴിക്കോട് മെയിൻ സ്ട്രീമിൽ ട്രൈ ചെയ്യാവുള്ളൂ. അത് ടോപ്പ് ഫോം ആണ്. ടോപ്പ് ഫോം ഫാൻസ് താഴെ കമന്റ് ചെയ്യൂ. ഇത് അപ്രൂവ്ഡ് കിടുക്കാച്ചി സാധനം. ഇപ്പോഴും എന്റെ ഫേവറേറ്റ് മാറിയിട്ടില്ല, പക്ഷെ നല്ല ബിരിയാണി. അമ്മച്ചി കഴിച്ചെഴുന്നേറ്റ് ഗൈസ്. ഇതായിരുന്നു 1454 രൂപയുടെ ബില്ല്. കുഞ്ഞാ, എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? കൊള്ളാം, പക്ഷെ എന്റെ കുറ്റിച്ചിറയാണ് ബീഫില് ടോപ്പ് ചെയ്യണം അല്ലേ. പക്ഷെ മട്ടണില് ടോപ്പ് നിൽക്കണത് ഫ്ലേവർ കൊള്ളായിരുന്നു. പാരഗൺ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ അഡിക്റ്റഡ് ആണ് പാരഗൺ ബിരിയാണി. പാരഗണിലെ മട്ടൺ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പറാണ്. അപ്പൊ ഇനി നമ്മള് റൂമിൽ ചെന്ന് ഡ്രസ്സും മാറി നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം ഗൈസ്. അവിടെ നീ സർജറിക്ക് ഉള്ള ഒരു റോബോട്ട്, അതിന്റെ ഇനോഗ്രേഷൻ ആണ്. ഞങ്ങൾ ഗെറ്റ് റെഡി വിത്ത് അസ് കഴിഞ്ഞ് ഇനി നേരെ മൈത്ര ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഈ ഔട്ട്ഫിറ്റിലായിരിക്കും നമ്മൾ അവിടെ നിന്ന് ഗസ്റ്റ് ആയിട്ട് പോകാൻ പോകുന്നത്. അപ്പോ ഞങ്ങൾ ഇനി മൈത്രയിലോട്ട് പോകട്ടെ. ഇതാണ് ഗൈസ്. അപ്പോ മൈത്ര ഹോസ്പിറ്റൽ. അതിവിശാലമായ ഉമ്മറാണല്ലോ. മൈത്ര ഹോസ്പിറ്റലിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ ഗൈസ് ഇവിടുത്തെ ഡോക്ടേഴ്സും ഇവിടുത്തെ ഒഫീഷ്യൽസും എല്ലാം കൂടെ ഞങ്ങളെ സ്വീകരിച്ച് ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പോ ഗൈസ് ഒരു കൂട്ടം ആളും അവിടെ 2 റോബോട്ടും, ഒരു പട്ടി റോബോട്ടും ഒരു കുട്ടി റോബോട്ടും. ഞാനും കൂടെ അവിടെ ചെന്ന് ഒഫീഷ്യലി ചീഫ് ഗസ്റ്റുകളായിട്ട് അവിടെ പരിപാടി അറ്റൻഡ് ചെയ്യും ഗൈസ്. നമ്മൾ അങ്ങനെ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവന്റ് തുടങ്ങും. ഞാനിന്ന് ഇവന്റിൽ ഇൻവോൾവ് ആയിട്ട് വരാം. ഈ ത്രൂ ഔട്ട് ദ പരിപാടി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഗൈസ്? ഈ റോബോട്ട് 7 കോടി രൂപ വില വരുന്ന ഒരു റോബോട്ടാണ്. അപ്പോൾ ഇത് ഒരു മനുഷ്യൻ ഡോക്ടർ റിപ്ലേസ് ചെയ്യുന്നില്ല കംപ്ലീറ്റ്ലി. പക്ഷേ ഡോക്ടറുടെ സൂപ്പർവിഷനിൽ ഒരു ഡോക്ടർ ചെയ്യുന്നതിനേക്കാളും പ്രിസിഷനിൽ ഈ റോബോട്ട് സർജറി ചെയ്യും. അയ്യോ
ഹിപ്പ് റിപ്ലേസ്മെന്റ് സർജറി ചെയ്യുന്ന സ്പെഷ്യാലിറ്റി ഉള്ള റോബോട്ട് കൂടെയാണ് ഇവിടെ ഇപ്പൊ വന്നേക്കുന്നത്. സോ ഹ്യൂജ് തിങ്. എററിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു, അപ്പൊ പറഞ്ഞു വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എററിന്റെ ചാൻസേ ഉള്ളൂ. എന്തുകൊണ്ടും ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സർജറീസിലും കാര്യങ്ങളും ഒക്കെ റോബോട്ടിന്റെ ഇൻവോൾവ്മെന്റ് കൂടുതൽ ഉണ്ടാവും. ഫ്യൂച്ചർ ഈസ് സോ ബ്രൈറ്റ് ഗൈസ്. നമ്മുടെ ഇപ്പോൾ യൂട്യൂബിന്റെ ഫീൽഡിലൊക്കെ AI അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിയേറ്റീവ് ടൂൾസ് വരുന്നത് പോലെ മെഡിക്കൽ ഫീൽഡിലും ലീപ്സ് ആൻഡ് ബൗൺസ് ആണ് ചേഞ്ചസ് വരുന്നത്. ഇവിടെ നേരത്തെ ഒരു റോബോട്ട് ഉണ്ടായിരുന്നു, അത് 4000+ സർജറീസ് ആണ് ചെയ്തിട്ടുള്ളത്. ധ്യാൻ ബ്രോയുടെ ഒരു സർജറി കൈ ഒടിഞ്ഞപ്പോൾ ലൂക്ക്മാൻ ചവിട്ടി ഒടിച്ച കൈ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെയാണ് വന്നത്. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിനെ പരിചയപ്പെട്ടു, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. എനിക്കൊരു മെമൻറ്റോ ഒക്കെ കിട്ടി. പിന്നെ ഞങ്ങളുടെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുള്ളൊരു ചാറ്റ് ഷോ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങളുടെ വ്യത്യസ്തമായ ഡൗട്ടുകൾ ഒരുപാട് ഞങ്ങൾ ചോദിച്ചു. ഇപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ കോഴിക്കോടിൻ്റെ മണ്ണിൽ മെയ്ത്ര ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ദോ നിൽക്കുന്ന അനസ് അവൻ്റെ വീട്ടിൽ പോയി ഡിന്നർ. അവൻ നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തേക്കാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഐ എം റിയലി എക്സൈറ്റഡ്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് പറഞ്ഞേ ടാറ്റ പറഞ്ഞാലോ. നീ അതിൻ്റെ ഇടയിൽ മറ്റേ എന്തോരം ക്യാമറയോടെ നിൽക്കണേന്ന് കണ്ടാ. അതിപ്പോ എനിക്ക് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെ ഫോൺ എടുത്ത് ഒന്നും ചെയ്യില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കും. എന്തായാലും സുഹൃത്തുക്കളെ, ഓൺലൈൻ മീഡിയക്കാരും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഇവന്റ്. നമ്മളെ ഹോസ്റ്റ് ചെയ്ത മെയ്ത്ര ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാർക്കും ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ എൻ്റെ ആണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. എന്താ